നമസ്കാരം. 2026 ജനുവരി 24 ശനിയാഴ്ച, അതായത് മകരം 10, സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അത്യപൂർവമായ ഒരു ഷഷ്ഠി ദിവസമാണിത്. സർവകാര്യസിദ്ധിക്കായി അമ്മമാർ ഷഷ്ഠീവ്രതം ഉറപ്പായും നോൽക്കേണ്ട ഒരു ദിവസം കൂടിയാണിത്. നമുക്കറിയാം, അമ്മമാരെല്ലാവരും തന്നെ ഒരു ഷഷ്ഠീവ്രതം പോലും മാറ്റിവെക്കാതെ എല്ലാം നോൽക്കാൻ ശ്രമിക്കാറുണ്ട്, മക്കളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്. മക്കളെ ചൊല്ലി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ധാരാളം അമ്മമാരുണ്ടല്ലേ. എത്ര വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മക്കളെ ചൊല്ലി ദുഃഖിക്കുന്ന അമ്മമാർ ആരാണില്ലാത്തതല്ലേ. അങ്ങനെ മക്കളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മ ഉറപ്പായിട്ടും ഒരു ഷഷ്ഠീവ്രതവും മുടക്കാറില്ല. പക്ഷേ അതിവിശിഷ്ടമായി ഈ മകരഷഷ്ഠീവ്രതം ഒരിക്കലും മുടക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഈ പ്രാവശ്യത്തെ ഷഷ്ഠിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഇത് മകരമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിയാണ്. ശനിയാഴ്ച കൂടി ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ശനി ഷഷ്ഠി എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. നമുക്കറിയാം, ശനി ദോഷത്തെ നിയന്ത്രിക്കുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അതിനാൽ ശനിയുടെ ദോഷം മൂലം കാര്യതടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്ക് ഇതിലും വലിയൊരു അവസരമില്ല സർവ്വദോഷങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തൈപ്പൂയത്തിന് കാവടിയെടുക്കുന്നവരും വ്രതം നോൽക്കുന്നവരും തങ്ങളുടെ വ്രതത്തിന്റെ തീവ്രത കൂട്ടുന്ന പ്രധാന ദിവസമായിട്ടും ഈ മകരഷഷ്ഠി ദിവസത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഇതുമാത്രമല്ല, കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതിയുടെ മാറ്റത്തിൻ്റെയും മകരപ്പത്ത് എന്ന് വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് ഈ മകരഷഷ്ഠി ദിവസം. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വരുമ്പോൾ ഈ ഷഷ്ഠി മഹാഷഷ്ഠിക്ക് തുല്യമായി തീരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ജനുവരി 24 ശനിയാഴ്ച അമ്മമാരെല്ലാവരും തന്നെ അതിവിശിഷ്ടമായ ഈ മകരഷഷ്ഠി വ്രതത്തിന് പുണ്യം നുകർന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം സ്വന്തം മക്കളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാരെല്ലാവരും തന്നെ മക്കൾക്ക് വേണ്ടി അതിവിശിഷ്ടമായി ഈ മകരഷഷ്ഠി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണ്, നോൽക്കേണ്ട ആ ഒരു പൂർണ്ണമായ വിധം എങ്ങനെയാണെന്നെല്ലാം വിശദമാക്കുന്ന ഒരു പൂർണ്ണ വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്കറിയാം, സർപ്പരൂപം സ്വീകരിച്ച് തിരോധാനം ചെയ്ത കുമാരനെ, അതായത് സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി അമ്മയായ പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഈ ഷഷ്ഠീവ്രതം എന്ന് പറയുന്നത്. അങ്ങനെ 108 ഷഷ്ഠീവ്രതം തുടർച്ചയായി എടുത്തതിന് ശേഷമാണ് അമ്മ പാർവതി ദേവിക്ക് സ്വന്തം മകനായ സുബ്രഹ്മണ്യ സ്വാമിയെ അപൂർണ രൂപത്തിൽ തിരിച്ചു കിട്ടുന്നത്. ഷഷ്ഠീവ്രതത്തിന് പിന്നിലുള്ള ഈ ഐതിഹ്യം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലേ. ഇതുവരെ ഒരു ഷഷ്ഠീവ്രതം പോലും എടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിലും അതിവിശിഷ്ടമായി ഈ മകരഷഷ്ഠീവ്രതം ഒന്നെടുത്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ആഗ്രഹം, മുടങ്ങിക്കിടക്കുന്ന ആ ഒരു കാര്യം, എന്ത് തന്നെ വിഷമങ്ങളാണെങ്കിലും തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിക്ക് അത് കാണാതിരിക്കാൻ സാധിക്കില്ല. ഈ മകരഷഷ്ഠി വ്രതത്തിന്റെ പുണ്യത നുകർന്നാൽ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ എന്ത് വിഷമങ്ങളാണോ, എന്ത് ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെല്ലാം പൂർണ്ണമായ ഒരു മാറ്റമുണ്ടാവും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉറപ്പായും ഭഗവാന്റെ കയ്യിൽ പരിഹാരമുണ്ട് എന്നത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ്. ഷഷ്ഠിവ്രതം നോറ്റ് ശ്രീ മുരുകനെ ഭജിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും അതിവേഗം ശ്രീ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നീക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഷഷ്ഠിവ്രതം എടുക്കേണ്ടതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ കേട്ടോ. വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയിലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത്. അതായത് വ്രതം നോൽക്കുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ വ്രതമെടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഷഷ്ഠി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഷഷ്ഠിയുടെ തലേ ദിവസം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ പ്രാവശ്യം അത് ജനുവരി 23 വെള്ളിയാഴ്ച ദിവസം, പഞ്ചമി ദിവസം, തലേ ദിവസം നമ്മൾ ഒരിക്കലെടുത്തു വേണം ഈ ഷഷ്ഠി വ്രതം ആരംഭിക്കാനായിട്ട്. അതായത് തലേ ദിവസം ഒരു നേരം മാത്രം നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. അന്നേ ദിവസം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മത്സ്യ മാംസാദികൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമങ്ങൾ, കീർത്തനങ്ങൾ ഇവയൊക്കെ നാവിലും മനസ്സിലും സദാ വിളങ്ങണം. അതാണ് ഷഷ്ഠിയുടെ തലേ ദിവസമായ ജനുവരി 23 വെള്ളിയാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പകൽ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഒരിക്കലാണെന്ന്, അതുകൊണ്ട് ഒരു നേരം മാത്രം അരിയാഹാരം. ഉച്ചയ്ക്ക് നമ്മൾ ചോറാവുമല്ലോ കഴിക്കുക, അത് മാത്രം ഒന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ അരി കൊണ്ടുള്ള പ്രഭാത ഭക്ഷണം ഒഴിവാക്കണം. രാത്രിയിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതാണ് തലേ ദിവസമായ ജനുവരി 23 വെള്ളിയാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇനി ഷഷ്ടി ദിവസമായ ജാനുവരി 24 ശനിയാഴ്ച ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിക്കുക. പൂജാമുറിയിലെത്തി നമ്മൾ സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങൾ എന്തൊക്കെ തന്നെയാണോ അതൊക്കെ സമർപ്പിക്കാം. ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് ഒരു നെയ് വിളക്ക്, അതായത് ഒരു ചെറിയ ചിരാതിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് തെളിച്ചു വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവാനോട് ഈ സമയത്ത് നമ്മൾക്ക് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നതിന്റെ അനുഗ്രഹവും അനുവാദവും ഒക്കെ ചോദിക്കാവുന്നതാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചോദിക്കണം കേട്ടോ. ഒരു സങ്കല്പം, അതായത് നമ്മുടെ ഒരു ആഗ്രഹം, എന്ത് തന്നെ ആഗ്രഹമാണോ മനസ്സിലുള്ളത് അത് ഭഗവാനോട് ചോദിക്കാം. ഇപ്പോൾ ഞാൻ അമ്മമാർ എന്ന് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ ഷഷ്ടി വ്രതം എടുക്കാൻ പറ്റുന്നത്, ആർക്കും ഷഷ്ടി വ്രതം നോൽക്കാവുന്നതാണ്. പല വീഡിയോയുടെ താഴെയും കമൻസായിട്ട് സംശയമായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, അമ്മമാർക്ക് മാത്രമേ പറ്റുള്ളൂ, വിവാഹം കഴിയാത്തവർക്ക് എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ സംശയം ചോദിക്കുകയുണ്ടായി. ആർക്ക് വേണമെങ്കിലും, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആർക്കും എടുക്കാവുന്ന ഒരു വ്രതമാണ് കേട്ടോ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. അത്രയും ക്ഷിപ്രപ്രസാദിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു മാജിക് നമ്മൾക്കറിയാൻ പറ്റും ഏതൊരു ഷഷ്ടി വ്രതം എടുക്കുന്നതിലൂടെയും. അങ്ങനെ മനസ്സറിഞ്ഞ് ഭഗവാനോട് ആ നെയ്വിളക്ക് കൊളുത്തി ഒരു ചെറിയ ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മതിയാവും കേട്ടോ. ഭഗവാന്റെ മുൻപിൽ നമ്മളുടെ ആ ഒരു ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ആഗ്രഹം മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ ആ സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ആ ഒരു ആഗ്രഹം നടത്തി തരാൻ മനം മുരുക്കി നമ്മൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ച് അപേക്ഷിക്കാം. സന്താനങ്ങൾക്ക് വേണ്ടിയാകാം, കുടുംബശാന്തിക്ക് വേണ്ടിയാകാം, കടബാധ്യതകൾ ഒഴിഞ്ഞ് പൂർണ്ണമായിട്ടൊരു സമാധാനമായ ജീവിതം കിട്ടുന്നതിന് വേണ്ടിയാവാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആവശ്യം എന്തു തന്നെ ആയാലും അത് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ച്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, ഞാൻ ഈ ഷഷ്ടിവ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാവണേ, എൻ്റെ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു, ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഷഷ്ടിവ്രതങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്തോളാം, അതിനുള്ള ഒരു അനുഗ്രഹം കൂടി ഭഗവാന്റേത് നമുക്ക് ചോദിച്ചു വാങ്ങാം. ദുഃഖങ്ങളെല്ലാം അകറ്റി മനസ്സമാധാനം തന്ന് രക്ഷിക്കണേ, കുടുംബത്തിൽ ഐശ്വര്യം നിറയണേ എന്ന് നമ്മൾക്ക് മനസ്സ് നിറഞ്ഞ് ഈ ഒരു സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയത്ത് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, കീർത്തനങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. അതായത് നമുക്കറിയാവുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമങ്ങൾ, കീർത്തനങ്ങളെല്ലാം എന്തു തന്നെയായാലും വലിയ വലിയ കീർത്തനങ്ങളും നാമങ്ങളും ഒന്നും അറിയണമെന്നില്ല. നമ്മളുടെ മനസ്സിൽ നിറയുന്ന ഭഗവാന്റെ നാമം കണ്ണു നിറഞ്ഞ് കൈകൂപ്പി ഒന്ന് വിളിച്ചാൽ തന്നെ ഭഗവാൻ ആ ഒരു വിളിപ്പുറത്തെത്തും എന്നാണ് പറയുന്നത്. അന്നേ ദിവസം അങ്ങനെ പൂർണ്ണമായും ഭഗവാന്റെ നാമം നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങണം. പിന്നെ നമ്മൾക്ക് തലേദിവസത്തെ പോലെ തന്നെ നമുക്കറിയാം വ്രത ദിവസമാണ്, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല, പകൽ ഉറങ്ങാതെ ഇരിക്കണം, അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തി നെയ്വിളക്കൊക്കെ സമർപ്പിച്ചു ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു, അനുഗ്രഹവും അനുവാദവും ഒക്കെ മേടിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും കഴിയുന്നവരെല്ലാവരും തന്നെ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടിരിക്കണം. സുബ്രഹ്മണ്യ മൂലമന്ത്രം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ സഹസ്രനാമം, സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം, ഷഷ്ടിദേവി മന്ത്രം, ഷഷ്ടിദേവി സ്തുതി, ഗുഹസ്തവം എന്നിവ ഈ ഷഷ്ടി ദിവസം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, സ്കന്ദ പുരാണം എന്നിവയൊക്കെ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. ക്ഷേത്രത്തിൽ അന്നേ ദിവസം ചെല്ലുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ, പ്രസാദമൂട്ട് എന്നിവ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമി വളരെയധികം അഭിഷേക പ്രിയനാണ്. അതായത് പാൽ, പനിനീർ, എണ്ണ, നെയ്യ്, തൈര്, പഞ്ചാമൃതം, ഇളനീർ, ഭസ്മം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നമ്മൾക്ക് അഭിഷേകം നടത്താം. ഓരോ അഭിഷേകത്തിനും ഓരോ ഫലസിദ്ധിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഓരോ അഭിഷേകങ്ങൾ നടത്താവുന്നതാണ്. അതായത് പനിനീര് കൊണ്ടാണ് അഭിഷേകം നടത്തുന്നതെങ്കിൽ നമ്മൾക്ക് മനസ്സന്തോഷമാണ് ഫലം. അതായത് മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതൊക്കെ മാറി സമാധാനം ലഭിക്കും. അതുപോലെ പാല്, നെയ്യ്, ഇളനീർ ഇവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ രോഗശമനത്തിന് എണ്ണ അഭിഷേകവും ഏറ്റവും നല്ലതാണ്. ഇനി ഭസ്മം സുബ്രഹ്മണ്യ സ്വാമിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയാൽ നമ്മൾ ഇതുവരെ ചെയ്ത, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തിയാണ് ഫലം. അതുപോലെ തന്നെ സന്താനങ്ങളെ ചൊല്ലി ഒരുപാട് അമ്മമാർ ദുഃഖിച്ചിട്ടാണ് ഈ ഷഷ്ടിവ്രതം എടുക്കുന്നത് അല്ലേ. പക്ഷെ സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാവുന്ന ഒന്നാണ് തൈരഭിഷേകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഷഷ്ടി വ്രതത്തിലൂടെ
നമ്മൾക്ക് സൽസന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സ് നിറഞ്ഞ് അത്രയും വിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഷഷ്ടിവ്രതങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം എടുത്തു നോക്കൂ. അതോടൊപ്പം ഈ തൈര് അഭിഷേകം കൂടി അന്നേ ദിവസം, ഈ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും സൽസന്താന ഭാഗ്യം നൽകി സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിച്ചിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ നമുക്കറിയാം, പഴം, കൽക്കണ്ടം, നെയ്യ്, ശർക്കര, മുന്തിരി എന്നിവ ചേർന്ന് വിശിഷ്ടമായി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന നിവേദ്യമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യ സ്വാമിക്ക് അത്രയും ഇഷ്ടമാണ്, നമുക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പഞ്ചാമൃതം. സുബ്രഹ്മണ്യ സ്വാമിക്ക് അത്രയും ഇഷ്ടമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിവിശിഷ്ടമായ മകരഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പഞ്ചാമൃത അഭിഷേകം ഭഗവാൻ നടത്തുകയാണെങ്കിൽ അത്രയും ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടാവാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവും, അതായത് നമ്മുടെ കൈവെള്ളയിൽ വന്നിട്ട് തട്ടിപ്പോയ കാര്യമാകാം, അല്ലെങ്കിൽ ഒരുപാട് നാളായി ആഗ്രഹിച്ചിട്ടും ഇനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതി എഴുതിത്തള്ളിയ ഒരു കാര്യവുമാകാം. പക്ഷേ ഈ മകരഷഷ്ടി ദിവസം, അതും ശനിയാഴ്ച കൂടി വരുന്ന മകരപ്പത്തും കൂടി ചേർന്ന് വരുന്ന ഈ മഹാഷഷ്ടി ദിവസം നമ്മൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ പറഞ്ഞ അഭിഷേകങ്ങൾ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഞാൻ കുറേ അഭിഷേകങ്ങൾ പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ആ ഒരു കാര്യം നടക്കും എന്നത് ഉറപ്പാണ്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കേണ്ടത് കേട്ടോ. ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു ദിവസവും ചൊല്ലാവുന്ന ഒന്നാണ്, ജപിക്കാവുന്ന ഒന്നാണ് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത്. സനത്കുമാരായ വിദ്മഹി ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. അതുപോലെ ഓം ശരവണഭവ 21 പ്രാവശ്യം ചൊല്ലുക. ഓം ഭവായ നമ സുബ്രഹ്മണ്യ പഞ്ചാക്ഷരി മന്ത്രമാണ്. അതുപോലെ തന്നെ ഷഷ്ടി നാളിൽ തുടങ്ങി 27 ദിവസം ഓം വജൽഭുവേ നമ എന്ന മൂലമന്ത്രം 108 വീതം 2 നേരം, അതായത് രാവിലെ 108 തവണ വൈകിട്ടും 108 തവണ ജപിച്ചാൽ കാര്യസിദ്ധിയാണ് ഫലം. അതായത് മുടങ്ങിക്കിടക്കുന്ന സർവ്വ കാര്യങ്ങളും യാതൊരു തടസ്സവും കൂടാതെ ഏറ്റവും സുഗമമായി നടന്നു കിട്ടുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതായത് ഈ ഷഷ്ടി ദിവസം തുടങ്ങി അടുത്ത 27 ദിവസം രാവിലെയും വൈകിട്ടും 108 തവണ ഓം വജദ്ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലിയാൽ അതത്രയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് തരും എന്നതാണ്. അതായത് നമ്മുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി അത് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി ശത്രുദോഷം മൂലം നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഷഷ്ടി ദിവസം തുടങ്ങി അടുത്ത 28 ദിവസം 84 വീതം, അതായത് രാവിലെ 84 തവണ വൈകിട്ട് 84 തവണ ഓം സ്കന്ദായ നമ എന്ന മന്ത്രം ജപിച്ചാൽ ശത്രുദോഷ ശാന്തി ഉണ്ടാവും. ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാന്റെ ഏത് നാമങ്ങളും മന്ത്രങ്ങളും നമ്മൾ ജപിക്കാനായിട്ട്. ഇതാണ് നമ്മൾ ഈ സാധാരണ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പം നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. അങ്ങനെ ഷഷ്ടി ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അന്നേ ദിവസം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ നമുക്ക് വീട്ടിൽ തന്നെ പച്ചരിയിട്ട് വറ്റിച്ച് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അന്ന് വൈകിട്ടും നമ്മൾക്ക് അതുപോലെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല വെച്ചാൽ അതിനനുസരിച്ച് വ്രതം നോറ്റാൽ മതിയാകും കേട്ടോ. അതായത് ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ പട്ടിണി പൂർണ്ണമായി ഉപവാസം കിടന്നിട്ട് ജലപാനം പോലും ഇല്ലാതെ വ്രതങ്ങൾ എടുക്കുന്ന ധാരാളം അമ്മമാരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തു വേണം ഏതൊരു വ്രതവും എടുക്കേണ്ടത്. ഭഗവാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും പട്ടിണി കടന്നിട്ട് വ്രതം നോച്ചാൽ ഞാൻ പൂർണ്ണമായി അനുഗ്രഹിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിലെ ഭക്തിയും നിങ്ങളുടെ ആ ഒരു നന്മയും അതൊക്കെ തന്നെയാണ് ഭഗവാൻ എപ്പോഴും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത്. ഭഗവാന്റെ അമ്മ 108 വ്രതം നോറ്റിട്ട് ഭഗവാനെ തിരുസ്വരൂപത്തിലേക്ക് തിരിച്ചെടുത്ത ആ ഒരു വ്രതമല്ലേ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അമ്മമാരുടെ മനസ്സ് ഭഗവാന്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് കാണാനറിയും, തൊട്ടറിയും ഭഗവാനത്. അപ്പോൾ അമ്മമാർ കണ്ണ് നിറഞ്ഞിട്ട് ഭഗവാൻ ഈ വ്രതങ്ങളൊന്നും എടുത്തില്ല വെച്ചാൽ തന്നെയും അന്നേ ദിവസം കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ വീട്ടിലിരുന്നിട്ട് വെറുതെ ഭഗവാന്റെ നാമങ്ങളൊന്ന് ചൊല്ലിയാൽ തന്നെ, ജപിച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എന്തിനു വേണ്ടി നിങ്ങൾ ദുഃഖിക്കുന്നുവോ ആ ഒരു ദുഃഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് മക്കളുടെ ജീവിതം ഉന്നതിയിലേക്ക് എത്തുന്നത് നിങ്ങളുടെ കൺമുൻപിൽ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി കാട്ടിത്തരും എന്നതിന് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ.
അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആരാണെങ്കിലും, അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും മുതിർന്നവരും ഒക്കെ ഈ വ്രതം എടുക്കുന്നവരുണ്ടാവും. എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഏതൊരു വ്രതവും എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഏതൊരു വ്രതമാണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പിറ്റേ ദിവസം, അതായത് സപ്തമി ദിവസം, ജാനുവരി 25 ഞായറാഴ്ച ദിവസം നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രത്തിലാണെങ്കിലോ അവിടെ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ എന്തെങ്കിലും കാരണം കൊണ്ട് അന്നേ ദിവസം സാധിക്കില്ലാച്ചാലും വീട്ടിൽ തന്നെ തുളസി തീർത്ഥം, അതായത് ഒരല്പം വെള്ളത്തിൽ തുളസിയിലയും മലരും ഒക്കെ ഇട്ട് അത് നമുക്ക് സേവിച്ചിട്ടും പാരണ വീടാവുന്നതാണ്. ഏതെങ്കിലും കാര്യം കൊണ്ട് ഷഷ്ഠീവ്രതം എടുക്കാൻ സാധിക്കില്ലാച്ചാലും ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളൊക്കെ മനസ്സിൽ സ്മരിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. കഴിയുന്നത്ര സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊക്കെ വ്രതം എടുക്കാൻ കഴിയാത്തവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അതിവിശിഷ്ടമായി മകരഷഷ്ഠി വ്രതം, അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ ചിട്ടയോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. മുരുക ഭഗവാന്റെ, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് എന്നും ഈ ഷഷ്ഠി ദിവസം മാത്രമല്ല തുടർന്ന് മുൻപോട്ടും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം, ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിഘ്നേശ്വരൻ്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഷഷ്ഠീവ്രതം നോൽക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചാൽ അത്രയും സന്തോഷമാണ്. കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ ഭക്തി വീഡിയോകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഇനിയും വരുന്നതാണ്. നന്ദി, നമസ്കാരം.